ഹായ്. അപ്പോൾ എൻ്റെ പിരികം ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ അവസ്ഥകളും ഒക്കെ കാര്യങ്ങളായിട്ടൊന്ന് ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്താണ് ഇതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഇനി ഒരു ഫസ്റ്റ് സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആൾക്കാർക്കും ഒക്കെ വേണ്ടിയിട്ട് അറിയാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേരുണ്ട് കമൻറ്റ് വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, വേദനയുണ്ടോ, അതുപോലെ തന്നെ ഇത് ചെയ്താൽ പറഞ്ഞു പോകുമോ, പിന്നെ ഇത് കുറച്ചാൾക്കാർ ഇത് നട്ടതാണോ എന്ന് വരെ നട്ടതാണോ അങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും എക്കത്തിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഇന്നലെയാണ് ചെയ്തത്. അപ്പോൾ ഇന്നലെ അതിൻ്റെ അപ്പോൾ അതിന് ശേഷമാണ് ഞാനിപ്പോൾ എടുക്കണത്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ചെയ്തതിന് ശേഷമുള്ള ഒന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കണ്ണും പൊട്ടൊക്കെ എഴുതി വെക്കുന്ന പോലെ എനിക്ക് തന്നെ കാണുമ്പോൾ അങ്ങനെ കേട്ടോ തോന്നിയത്. ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലെ ഒരു മറവും കൂടിയും വെച്ചാൽ കറക്റ്റ് കിട്ടായി എന്ന് പറഞ്ഞ പോലെ അതേപോലെ ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേങ്കിൽ ഇത് കുറച്ച് ദിവസം കൊണ്ട് ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ സിറ്റിംഗാണ്. ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ചെല്ലാനായിരുന്നു വിക്കി പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു വർഷമായി അങ്ങനെ നീണ്ടുപോയി. പക്ഷേ എന്താ പറയുക, ഫസ്റ്റത്തെ ആണെങ്കിലും എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തത് ഇപ്പോൾ ചെയ്തപ്പോൾ അതാ കുറച്ചും കൂടിയൊക്കെ ലെങ്ത്തൊക്കെ ആക്കിയിട്ട് ഇവിടെയൊക്കെ മുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഡാർക്ക് അങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ആ ഒരു ലെവലായി. പിന്നെ നമുക്കില്ലാത്തൊരു സാധനം എക്സ്ട്രാ നമ്മളത് ഇങ്ങനെ വരുമ്പോൾ ഉള്ള ആ ഒരു നമ്മൾ ആദ്യമേ ആ ചെറുത് കണ്ട് ശീലിച്ചതിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വിക്കി ഇത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇത് കുറച്ച് വീതി കൂടിപ്പോയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിയും ടെൻഷനായിട്ടാ. പക്ഷേ ഇല്ല, പിന്നെ എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നി എനിക്കിത് ആവശ്യമാണ്. കാരണം എൻ്റെത് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കാൻ പാകത്തിനുള്ളൊരു നെറ്റിയൊക്കെയാണല്ലോ. അപ്പോൾ എനിക്കിത് ആവശ്യമാണ്, കറക്റ്റാണ്. ഇതിപ്പോൾ ഞാനുമായിട്ടൊന്ന് മാച്ചാവും, നിങ്ങളും ഇതുമായിട്ടൊന്ന് മാച്ചാവണം കേട്ടോ. ചേരുന്നില്ല അതൊന്നും പറഞ്ഞെൻ്റെ വിഷമിപ്പിക്കരുത്. അപ്പോൾ എന്തായാലും ഞാനായിട്ടിപ്പോൾ ശരിയായിട്ട് വരും. ഈ ഡാർക്കൊക്കെ ഒന്ന് കുറഞ്ഞു വരും. അപ്പം ഞാനിപ്പോൾ മെയിനായിട്ട് വന്നതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ചിങ്ങനെ പറയുന്നതിൻ്റെ കുറച്ച് വ്യത്യസ്തമായ എന്തെങ്കിലും ഇതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ്. പിന്നെ വേദനേൻ്റെ കാര്യമൊക്കെ ചോദിച്ചായിരുന്നു. വേദനയൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചായാലും ആരെ സംബന്ധിച്ചായാലും ഇതൊന്നും ഒരു വിഷയമേ ഉള്ള വേദനയല്ല. അപ്പോൾ പക്ഷേ എനിക്ക് കുറച്ച് അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. വേറെ എന്നാലും ഞാൻ തന്നെ ഇങ്ങനെ വലിയ പ്രശ്നമില്ലാണ്ട് കിടന്നെങ്കിൽ പിന്നെ മറ്റുള്ളവർക്കൊന്നും ഇതൊരു വിഷയമേ ഇല്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് മങ്ങാണ്ട് ഇതുപോലെ തന്നെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. ചെറിയ രീതിയിലൊന്നും മങ്ങിയാൽ മതി. എന്തായാലും കുറച്ച് മങ്ങുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഓയിൽമെൻറ്റൊക്കെ ഞാൻ കഴുകി കളഞ്ഞതിന് ശേഷം എടുത്താണ്. ഇനിയിപ്പോൾ ഒരു ഓയിൽമെൻറ്റ് തേക്കണം. പിന്നെ ഓയിൽമെൻറ്റ് നല്ലോണം ഡ്രൈ ആക്കാണ്ട് തേച്ചുകൊണ്ട് നിൽക്കാനാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഇത് പറഞ്ഞു പോകുന്നൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് എന്തായാലും ഒരാഴ്ചത്തെ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനകത്ത് എന്തായാലും നിങ്ങളെ കാണിച്ചു തരും. ഒരാഴ്ച കൊണ്ട് എൻ്റെ പിരികത്തിന് വരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഇതിനകത്ത് തന്നെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തിൽ എന്തായാലും പോകാൻ പറ്റുമല്ലോ, ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് പിരിയില്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്യണം. കൗമാരപ്രായം മുതൽ എനിക്ക് തോന്നി തുടങ്ങിയതാണ്, അയ്യോ എനിക്ക് പിരികില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോഴാണ് അതിന് സമയമായത്. ഇനിയിപ്പോൾ ഫസ്റ്റ് സിറ്റിങ് കഴിഞ്ഞിട്ടാണെങ്കിലും സെക്കൻഡ് സിറ്റിങ് തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോഴേ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. കുറച്ച് ലേറ്റായിപ്പോയി കുളിച്ച്, അതുപോലെ തന്നെ വിളക്കൊക്കെ കത്തിച്ച് വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ. അപ്പോഴേക്കും ഓടി വന്നതാണ്. ഞാൻ ഓയിൽമെൻറ്റൊക്കെ തേച്ചിട്ടാണ് വന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസമായിട്ടും പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ സോപ്പൊക്കെ ഞാൻ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ. അവിടെ മാത്രം സോപ്പ് തട്ടിക്കാണ്ട് പിരികത്തിന് സോപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ സാധാരണ നമ്മളൊന്ന് അങ്ങനെ വാഷ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ കാറിൽ നിന്നാണ് ഞാൻ ഓർത്തെടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ അവസ്ഥയുള്ളത്. എന്താ പറയുക, ഒരു ഇടക്ക് എന്നൊക്കെ കുറച്ച് ഇങ്ങനെ ഒന്ന് ആ ബ്ലാക്ക് ഇങ്ങോട്ട് പോരാൻ തുടങ്ങി. പിന്നെ നാലാമത്തെ ദിവസം ഇപ്പോൾ കണ്ടോ ആ ബ്ലാക്ക് ഇങ്ങോട്ട് ഇടക്ക് ആ ഒരു ഇതിങ്ങോട്ട് നമ്മൾ ഓയിൽമെൻറ്റ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പോരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നാലാമത്തെ ദിവസം. അപ്പോൾ ഇങ്ങനെയാണുള്ളത് മാറ്റം. പിന്നെ അഞ്ചാമത്തെ ദിവസം ആയപ്പോഴേക്കും
ഇങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ആ ഒരു മഷീൻ്റെ ആ ഒരു ഇതിങ്ങനെ നമ്മൾ ഡാർക്കൊക്കെ നല്ല കുറഞ്ഞ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസമായിട്ട് പിരികത്തിൻ്റെ സംഭവമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഏകദേശം ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞു പോകുന്ന ആ സാധനങ്ങളൊക്കെ അതെല്ലാം പോയിട്ട് ഇപ്പോൾ നാച്ചുറലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലും പറയൂ ഇത് മൈക്രോ ബ്ലേഡിങ് ആണെന്ന്, ഒറിജിനൽ അല്ല എന്ന് ആരെങ്കിലും പറയൂ അല്ലേ? അപ്പോൾ എന്തായാലും ഒന്നും കൂടി കണ്ടോ കേട്ടോ, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് ഇവിടെ ആരോ ഇരിക്കുന്നുണ്ടല്ലേ. എങ്ങനെയുണ്ട് ഇപ്പോൾ? സുന്ദരിയായിട്ടില്ലേ? എന്നാലും ഒരു അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ എൻ്റെ ഒരു പിരികം വെച്ചതിൻ്റെ ആ ഒരു ഇതൊക്കെ അവസ്ഥകളൊക്കെ. അപ്പോൾ എന്താ പറയുക, അടിപൊളിയൊരു സംഭവമാണ്. ഇല്ലാത്തവർക്ക് എനിക്കൊക്കെ ഇതൊക്കെ കിട്ടുമെന്ന് തന്നെ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. എപ്പോഴും ഈ ഐബ്രോ എടുത്തിട്ട് പോണ വഴിക്കൊക്കെ അതെടുത്തിട്ട് നടക്കലാണ്. അപ്പോൾ ഇതിപ്പോൾ എത്രയോ പണി ഒഴിവായ പോലെ എനിക്ക് തോന്നുന്നേട്ടോ. ഇപ്പോൾ ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് ഇറങ്ങി പോവാം, അങ്ങനെ ഒരു ഇതാണ്. ഇപ്പോഴും ആർക്കും സമയം വൈകിട്ടില്ല. വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, പേടിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇതെന്താവും, ഇത് കൊളാവോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും മടിച്ചിട്ടുണ്ട് കേട്ടോ, വെച്ചോ കേട്ടോ. വെക്കാനല്ല, ഇതെന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളെ വിക്കിനെ കോൺടാക്ട് ചെയ്താലും വിക്കി നല്ല അടിപൊളിയായിട്ട് ചെയ്തുതരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കുറച്ച് ദിവസത്തെ എൻ്റെ ആ ഒരു ഇതൊക്കെ ഞാൻ കാണിച്ചതാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ടാറ്റ.